എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ്. ഈ പൂരിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് ആട്ട ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മത്തങ്ങ ഗ്രേറ്റ് ചെയ്തതാണ്. ഒരുപാട് മൂത്ത് പോകാത്ത മത്തങ്ങ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഒരുപാട് മൂത്തതാണെങ്കിൽ അതിൻ്റെ ഒരു മധുര ടേസ്റ്റ് കാണും. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അയമോദകമാണ്. അയമോദകം താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ജീരകം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൂരിയുടെ മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ 1/4 കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. മത്തങ്ങയ്ക്കകത്ത് നല്ലോണം വെള്ളമുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതുപോലെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ചപ്പാത്തി മാവ് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. സാധാരണ പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോളുകളെക്കാട്ടും കുറച്ചും കൂടെ വലുതായിട്ടുള്ള ബോളുകളാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു പൂരി കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുന്നതാണ് നല്ലത്. പരത്തിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പൂരിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.